കീം എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടാൻ +2 മാർക്ക് നോക്കുവോ? നോക്കും. +2 മാർക്കും എൻട്രൻസിന്റെ കീം എഞ്ചിനീയറിംഗ് എക്സാമിനേഷന്റെ മാർക്കും 50-50 എന്ന റേഷ്യോയിൽ കൺസിഡർ ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അപ്പം വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് വരുന്നൊരു സംശയമാണ്, +2 എന്ന് പറയുമ്പോൾ +1 മാർക്ക് നോക്കുമോ, കൺസിഡർ ചെയ്യുമോ? ഇല്ല. +1 നാം എഴുതിയിട്ടുണ്ടാവും, നമ്മുടെ സർട്ടിഫിക്കറ്റിൽ അതിൻ്റെ മാർക്ക് ഉണ്ടാവും. പക്ഷേ നാം അപ്ലോഡ് ചെയ്യേണ്ടത് സെക്കൻഡ് ഇയറിൻ്റെ മാർക്ക് മാത്രമാണ്, +2 മാർക്ക് മാത്രമാണ്. ആ +2 മാർക്കും അത് CBSEയോ ISEയോ സ്റ്റേറ്റ് ബോർഡോ, CBSEക്കും ISEക്കും ഫസ്റ്റ് ഇയറിന് എക്സാം ഇല്ല, നമുക്കറിയാം. സ്റ്റേറ്റ് ബോർഡുകാർ സെക്കൻഡ് ഇയറിൻ്റെ മാർക്ക് മാത്രമാണ് റാങ്കിന് വേണ്ടി അപ്ലോഡ് ചെയ്യേണ്ടത്. അങ്ങനെ +2 മാർക്കും എൻട്രൻസിൽ നമുക്ക് സ്കോർ ചെയ്തിരിക്കുന്ന മാർക്കും ഇത് രണ്ടും 1:1 എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ടാണ് കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കേരളത്തിൽ എഞ്ചിനീയറിംഗിന് ഗവൺമെൻറ് സീറ്റിലോ ഗവൺമെൻറ് എയ്ഡഡ് ക്യാമ്പസുകളിലോ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലോ എല്ലാം അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ BTech കോഴ്സ് പഠിക്കാൻ നമുക്കൊരു റീസണബിൾ ഫീസ്, നമുക്കറിയാം കേരളത്തിൽ ഒരു ഗവൺമെൻറ് ഫീസ് പഠിക്കാൻ 8,000 റുപ്പീസ് മാത്രമാണ് ഫീസ് ഉള്ളത്. അപ്പോൾ അത്രയും കുറഞ്ഞ ഫീസിൽ നല്ല ക്യാമ്പസിൽ പഠിക്കാൻ കീമിന് നല്ല റാങ്ക് സ്കോർ ചെയ്യണമെങ്കിൽ +2 മാർക്കും കൺസിഡർ ചെയ്യും കേട്ടോ. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.